റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു ആശയം വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ബ്രാഞ്ചിലുള്ള ആളുകൾ നമ്മുടെ ജെൻ റോബോട്ടിക്സ് എന്നുള്ള ആ ഒരു ടീമിൽ ആദ്യം ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇതെല്ലാം ടുഗെദർ ആക്കി നമുക്കൊരു പാക്കേജ് ആക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ടെക്നോളജിയാണ് റോബോട്ടിക്സ്. അപ്പോൾ അതുകൊണ്ടാണ് റോബോട്ടിക്സ് എന്നൊരു മേഖലയിലേക്ക് വന്നത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആളുകളെ സഹായിക്കണം അല്ലെങ്കിൽ സൊസൈറ്റീനെ സഹായിക്കണം എന്നൊരു റീസണും കൂടി അതിനോടൊപ്പം വന്നു റോബോട്ടിക്സിലൂടെ. Bandicoot is a robot which do all the activities of a human being. So we know that in the manhole the space is very limited, which is very constrained also. So what we developed is that the robot which will do all the activities whatever a human is doing inside the manhole. So basically a human is diving into this manhole, then using his hands he will taking the waste from the corners of this manhole. After collecting all these wastes, he will take all these wastes inside a bucket and then he will be giving to outside. So the target or the vision with us is like we would like to use this robot by the existing operators so that their life also will start to change. That means they will be renowned as a robot operators rather than a manual scavengers. എൻ്റെ പേര് സൂരജ് സുകുമാർ. ഞാൻ വാട്ടർ അതോറിറ്റി സിവറേജ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രധാന ജോലി കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുകയും അതോടൊപ്പം തന്നെ സിവറേജ് മാലിന്യജലം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതുമാണ്. തിരുവനന്തപുരം സിവറേജ് ഡിവിഷന്റെ കീഴിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് STPയിലേക്ക് വരുന്ന ഈ സീവേജ് അത് ഒരു ബ്ലോക്കും ഇല്ലാതെ STPയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ട്രീറ്റ് ചെയ്ത് തന്നെ മാലിന്യമുക്തമാക്കി പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിനകത്തുള്ള ബ്ലോക്കേജസ് ആണ്.
പല സ്ഥലങ്ങളിലും ചില സമയങ്ങളിൽ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും ഒന്ന് അടയുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ മാനുവൽ ഓവർഫ്ലോ ചെയ്യുന്നത് കാണാറുണ്ട്. ഇങ്ങനത്തെ അവസരങ്ങളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും പണിക്കാരെ ഇറക്കി തന്നെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതായത് ജെറ്റിംഗ് മെഷീൻ, സക്കിംഗ് മെഷീൻ, അങ്ങനെ പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് അങ്ങനെ ആണെങ്കിൽ പോലും മാനുവലിൽ ഇറങ്ങേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനുഷ്യൻ മാനുവലിൽ ഇറങ്ങുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇന്നോവേറ്റീവ് ടെക്നോളജീസും നമ്മൾ ട്രൈ ചെയ്തു. അതിന് ഒരു ഇതാണ് റോബോട്ടിനെ കൊണ്ട് മാനുവൽ ക്ലീൻ ചെയ്യിക്കുന്നത്. ഏകദേശം 4 വർഷത്തിനകത്താണ് നമ്മൾ ഈ പുതിയ പുതിയ ടെക്നോളജീസ് സിവറേജ് രംഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ മാനുവൽ സ്കാനിങ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഏകദേശം 600 കിലോമീറ്ററുള്ള സിവറേജ് നെറ്റ്വർക്ക് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിലുണ്ട്. ഇത് ഏകദേശം 20,000-ഓളം മാൻഹോൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ പല സ്ഥലങ്ങളിലും മാനുവൽ ഓവർഫ്ലോ എന്നുള്ള സിറ്റുവേഷൻ ചില സ്ഥലത്ത് ബ്ലോക്കേജ് കാരണമൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ബ്ലോക്കേജ് ഉണ്ടാവാൻ നിൽക്കാതെ നമ്മൾ ആദ്യമേ തന്നെ സാധ്യതയുള്ള മാൻഹോൾസ് എല്ലാം ക്ലീൻ ചെയ്യാൻ റോബോട്ടിനെ വെച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഓവർഫ്ലോ ഉണ്ടാകുന്ന സാധ്യത വളരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തെ 3 സെക്ഷൻ ഓഫീസുകളിലും നമ്മൾ ഓരോരോ റോബോട്ടിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ടീം വർക്ക് പോലെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ എംപ്ലോയീസും ഈ റോബോട്ടിക് ടീമും കൂടെ ചെയ്യുന്നത് ഇത് കഴിയുന്നത്രയും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം റോബോട്ട് കുറച്ചുകൂടെ ഫാസ്റ്റാണ്, എഫിഷ്യൻ്റാണ്. അപ്പോൾ ഒരു ദിവസം 5-6 മാനുവൽസ് ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ റോബോട്ടിന് കഴിയുന്നുണ്ട്. അങ്ങനെ 3 സെക്ഷൻ ആകുമ്പോഴത്തേക്ക് 15 മാനുവൽസ് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുന്നു. ഫോർ എക്സാമ്പിൾ ചെറിയ നാരമായിട്ടുള്ള റോഡുകളിൽ പോലും നമ്മുടെ ജെറ്റിംഗ് മെഷീനും സക്കിംഗ് മെഷീനും കയറാത്ത റോഡുകളിൽ പോലും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ട്സിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ 4 വർഷമായി റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് 3 റോബോട്ട്സ് വർക്കിംഗ് ആണ് ഓൾറെഡി. ഇപ്പോൾ റെഗുലറായിട്ടുള്ള വർക്കിംഗ് പർപ്പസും അർജൻറ്റായിട്ട് വരുന്ന ബ്ലോക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിലും റോബോട്ട് യൂസ്ഫുൾ ആണ്. രാവിലെയും രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സൈറ്റുകളിലൊക്കെ പോയി വർക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്, മാനുവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. റോബോട്ടിനെ കൊണ്ട് മാനുവൽ ക്ലീനിങ് ആരംഭിച്ചതിന് ശേഷം നമുക്ക് ലേബേഴ്സിൻ്റെ സേഫ്റ്റി കൂടുതൽ എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാ സേഫ്റ്റി നോക്കിയാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോൾ വളരെ ഈസിയാണ്. അത് മാത്രമല്ല, മാനുവൽ സ്കാവെഞ്ചിങ് എന്നുള്ളത് ഏകദേശം പൂർണ്ണമായി തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്കുള്ള സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ലേബേഴ്സിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുകയാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലക്ഷ്യം.